രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോ നാഥൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹീലിംഗ് ടച്ചിലൂടെ തൻ്റെ കരവിരുത് പ്രകടിപ്പിക്കുകയാണ്. നസ്സായന്റെ കരം ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുകയാണ്. വളരെ അസാധാരണമായ സംഭവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരം നീളുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവത്തിൻ്റെ കരവിരുത് സ്പർശിക്കുന്നത് അപ്രതീക്ഷിതമായി നമ്മുടെ കുടുംബങ്ങളിലൂടെ കടന്നുപോയ ചില സംഭവങ്ങളെയാണ്. ചില കുടുംബങ്ങൾ ആകസ്മികമായ ചില മരണങ്ങളാൽ തകർക്കപ്പെട്ടവരാണ്. അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ചില കുടുംബങ്ങളിൽ നാശം വിതച്ച് ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നസ്സായൻ തൊടുന്നത് ഈ മേഖലകളെയാണ്. അപകടത്തിലാകാം, രോഗത്തിലാകാം, വെള്ളത്തിൽ വീണതും വാഹനങ്ങളിൽ തകർന്നു വീണതും റോഡിൽ നഷ്ടമായതും, അങ്ങനെ നഷ്ടമായ ജീവനാൽ അതിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കടന്നു പോകുന്ന കുടുംബങ്ങളെ ദൈവം ഇന്ന് സ്പർശിക്കാൻ പോകുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ളതും ഇല്ലാത്തതുമായ വ്യക്തിത്വങ്ങളും കുടുംബങ്ങളും കാണുമായിരിക്കാം. ഏതായാലും നമുക്കൊന്നിയേർന്ന് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ ആ പ്രശ്നം കടന്നു പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ വിശ്വസിക്ക്, ദൈവം നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിയമാവർത്തനം 32:10. ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിലാണ് അവിടുന്ന് അവനെ കണ്ടെത്തിയത്. അവിടുന്ന് അവനെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ കാക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ്. അതെ, ദൈവം ഒരു കഴുകനെ പോലെ നമ്മുടെ മുകളിൽ, എൻ്റെ കുടുംബത്തിന്റെ മുകളിൽ, ഈ പ്രശ്നത്തിന് മുകളിൽ പറന്നു നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങൾ ഇരിക്കുന്നത് പലയിടത്താകാം. കുടുംബാംഗങ്ങൾ ഒന്നായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. ഒരു പുതിയ തിരുനാളം, വലിയൊരു പ്രകാശം നമ്മുടെ മേൽ കടന്നു വരാൻ പോകുന്നു. ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നനച്ചിരിക്കാത്ത നേരം സകല പ്രതീക്ഷകളിലേക്കും നൊമ്പരമേകി ഒരു ദുഃഖവാർത്ത നിന്നെ തേടിയെത്തിയോ? കണ്ണുനീരിൽ നിന്റെ ജീവിതം മുങ്ങിത്താഴുന്നുവോ? ആരും സഹായമില്ലാതെ നീ ഒറ്റപ്പെടുന്നുവോ? ഏറ്റവും സ്നേഹിക്കുന്നവരുടെ മരണം എന്ന യാഥാർത്ഥ്യം നിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുവോ? ദൈവം എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ചെയ്തു എന്ന ചോദ്യം നീ ദൈവത്തോട് നിരന്തരം ചോദിക്കുന്നുവോ? സകലതും അവസാനിച്ചു എന്ന് നീ ജീവിതത്തെക്കുറിച്ച് വിധിയെഴുതുന്നുവോ? ഇതാ, സകലത്തിൻ്റെയും ഉടയവനായ ദൈവപുത്രൻ നിന്റെ ചാരെ അണയുന്നു. യേശു അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ്റെ പദ്ധതികൾ നിന്റെ പദ്ധതികൾ പോലെയല്ല. നിന്റെ നിരാശയെ ദൈവം ഇതാ സ്പർശിക്കുന്നു.
അവൻ്റെ മുറിവേറ്റ കരം നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം നിന്റെ കവിളിൽ തലോടുന്നു. ഇതാ നീ പുതിയ പ്രത്യാശയുടെ തീരത്തേക്ക് ചേർക്കപ്പെടുന്നു. ഇനി നിന്റെ ഓർമ്മകൾ ദൈവം സുഖമാക്കുന്നു. പഴയ ദുഃഖത്തിൻ്റെ ഓർമ്മകൾ ദൈവം ഏറ്റെടുക്കുന്നു. പ്രത്യാശയും സമാധാനവും ശാന്തിയും നൽകി യേശു നിന്നെ സ്വന്തമാക്കുന്നു. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഇതാ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അഗ്നിയിലൂടെ നടന്നാലും അത് നിന്നെ പൊള്ളലേൽപ്പിക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കാരണം ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനും ബഹുമാന്യനുമാണ്. നിനക്ക് പകരമായി ജീവനെയും ജനതകൾക്ക് പകരമായി ജനതകളെയും നൽകുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, യേശു അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ചില സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആകസ്മികമാകാം. ഒരു അപകടമാകാം, മരണമാകാം, ഏതെങ്കിലും ഒരു പ്രത്യേക രോഗമാകാം. പക്ഷേ ദൈവം തൻ്റെ കണ്ണുകളാൽ അറിയപ്പെടാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. കഴിഞ്ഞ നാളിൽ 7-8 വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറുകളിൽ കടന്നു വന്ന വലിയൊരു ന്യൂസ് ഉണ്ടായി. അമേരിക്കയിൽ ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ കുർബാനയുടെ നടുവിലുണ്ടായ ഒരു വെടിവെപ്പ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഏക മകനായ ഡെന്നീസ് അന്ന് കടന്നു വന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ തന്റെ ജീവിത പങ്കാളിയോടുള്ള വിരോധം ഒരു വെടിവെപ്പ് ഉതിർക്കുന്നതിന് കാരണമായി. അറിഞ്ഞോ അറിയാതെയോ ഇതിന് അകത്തേക്ക് കടന്നു വന്ന ഡെന്നീസ് വെടിയേറ്റ് മരിക്കപ്പെട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, വളരെ നിർണായകമായ, ലോകത്തെ കുലുക്കുന്ന ഒരു സംഭവങ്ങളിൽ ഒന്നായി ഇത് കാണപ്പെട്ടു. ഏക മകനായ ഡെന്നീസിന്റെ മരണം ജോണുക്കുട്ടി എന്ന് പറയുന്നതും ഏലിക്കുട്ടി എന്ന് പറയുന്ന കുടുംബത്തിനും വളരെ താങ്ങാവുന്നതിനപ്പുറമായി മാറി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം വളരെ നിരാശാജനകമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങളിൽ അവൾ പ്രാർത്ഥനകളിൽ മുഴുകി. പക്ഷേ ചില പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, അതോടൊപ്പം ഉള്ളിലൊരു ചിന്തയുണ്ടായി, ഏതോ ഒരു ശാപം ഞങ്ങളെ വേട്ടയാടിയോ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഓർക്കുക, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 29 വാക്യം. വചനം ഇങ്ങനെ പറയുന്നു, ഒരു നാണയത്തിന് 2 കുരുവികളെ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവമറിയാതെ നിലപതിക്കുന്നില്ല. കാരണം ദൈവമറിയാതെ നിങ്ങളുടെ ഒരു തലമുടി നാര് പോലും പൊഴിയുന്നില്ല എന്ന് വചനം വ്യക്തമാക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ 12 അധ്യായം 7 വാക്യത്തില് ഈ വചനത്തെ കുറെ കൂടി ശക്തമായി ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 2 നാണയത്തിന് 5 കുരുവികളെ വിൽക്കപ്പെടുന്നില്ലേ? എങ്കിലും അവയിൽ ഒന്നിന്റെയും തലമുടി നാര് പോലും ദൈവമറിയാതെ കൊഴിയുന്നില്ല. ഓരോ തലമുടി നാരുകളും എണ്ണി തിട്ടപ്പെടുത്തിയതാണെന്ന് ബൈബിള് പറയുന്നു.
ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒന്ന് ചിന്തിക്ക്. ഒരു നാണയത്തിന് 2 കുരുവികൾ, 2 നാണയത്തിന് 5 കുരുവികൾ. യഥാർത്ഥത്തിൽ 2 നാണയത്തിന് 4 കുരുവികൾ പോരെ. പക്ഷെ ബൈബിള് പറയുന്നു, ലൂക്കാസ് സുവിശേഷകൻ പറയുന്നു, 2 നാണയത്തിന് 5 കുരുവികൾ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒന്ന് ചിന്തിക്കണം. 2 നാണയത്തിൽ പെടേണ്ട വിലയുള്ള 4 കുരുവികളിൽ ഒന്നാകണമെന്നില്ല നമ്മൾ ഓരോരുത്തരും. നമ്മൾ 4-നപ്പുറമായി, ചിലപ്പോൾ ഒരു ശൂന്യമായി ലഭിക്കുന്ന, വളരെ നിസ്സാരമെന്ന് കരുതപ്പെടുന്ന ഒരു 5-ാം കുരുവിയാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം ഒരു 5-ാം കുരുവിയുടെ സുവിശേഷമാണ്. മറ്റൊരു കുടുംബത്തിലും ഈ പ്രശ്നം ഉണ്ടാകണമെന്നില്ല, മറ്റു 4-ലും ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല. ഇതുപോലെ മറ്റാരുടെയോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്റെ ജീവിതത്തിൽ വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നിന്റെ തലമുടി നാര് പോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയതാണ്. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ നിൽക്കുന്നത് നസ്രായനായ യേശുവിന്റെ കുരിശിന്റെ നിഴലിലാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഹീലിംഗ് ടച്ചിലൂടെ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു നിഴലിലേക്ക് മറയുമെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ വലിയ ആശ്വാസവും അനുഗ്രഹവും അയക്കുവാൻ പറ്റും. എങ്ങനെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ നേരിടുക? എങ്ങനെയാണ് ഇതുപോലുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഓവർടേക്ക് ചെയ്യുക? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, റോമ 8:37 യേശു ക്രിസ്തു മുഖാന്തരം സകല കാര്യങ്ങളിലും നമുക്ക് വിജയം വരിക്കുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ശ്രദ്ധിക്കുക. ഒരു മരണം, ഒരു നഷ്ടം അടിസ്ഥാനപരമായി വെറുമൊരു മരണമോ നഷ്ടമോ ആയി മാറണമെന്നില്ല. അതിനപ്പുറമായി അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒന്ന്, അത് നമ്മളെ നടത്തുക നിരാശയിലേക്കായിരിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു കുടുംബത്തിൽ കൊണ്ടുവെക്കുക നിരാശയുടെ സംഭവങ്ങളാണ്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, പ്രാർത്ഥനയിൽ അടിസ്ഥാനമായി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, അക്രമം സാത്താൻ അഴിച്ചുവിടുക ഒരു നിരാശാജനകമായിരിക്കും. നമ്മുടെ ചിന്തകളിൽ ഇനി എന്ത് ജീവിതം, ഒരു പ്രതീക്ഷയും എനിക്കില്ലല്ലോ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരു ഇൻസെക്യൂരിറ്റി പോയിന്റിലേക്ക് നമ്മളെ നടത്തും. നമുക്കാരുമില്ല, ഒരു പ്രശ്നം വന്നാൽ നമുക്കാരുമില്ല, നമ്മുടെ മറ്റ് സഹോദരങ്ങൾ കാര്യമില്ല, എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നഷ്ടമായി, എൻ്റെ കുഞ്ഞെനിക്ക് നഷ്ടമായി, കുഞ്ഞിന് അമ്മ നഷ്ടമായി, അങ്ങനെ പലതും നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. നിരാശ, പ്രതീക്ഷയില്ലാത്തൊരു കാലവും, പ്രതീക്ഷയില്ലാത്ത കാലം നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ശൂന്യതയും സൃഷ്ടിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വസിക്ക്. അങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ സാത്താൻ തന്റെ വിരികൾ, തന്റെ കൈകൾ അവസാനിപ്പിച്ചിട്ടില്ല. വീണ്ടും മരണത്തിനപ്പുറം നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പോയിന്റ് നമ്പർ 2, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളെ നടത്തും. അത് നമ്മുടെ വിശ്വാസരാഹിത്യമാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു വിശ്വാസത്തിന്റെ മേഖലയെ ഇത് ആഞ്ഞടിക്കും. അങ്ങനെ കടന്നു വന്നാൽ അറിഞ്ഞോ അറിയാതെയോ വിശ്വാസം നമ്മൾക്ക് നഷ്ടമാകും. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മളെ എത്തിക്കുക ഈ സംഭവങ്ങൾ പാപത്തിലേക്കാണ്. ചില വ്യക്തികൾ ഈ മരണത്തിനപ്പുറം ഒരിക്കലുമില്ലാത്ത ചില പാപ സമ്പ്രദായങ്ങളെ നേരിടുവാൻ കാരണമാകും. മദ്യപാനം, പുകവലികള്, മയക്കുമരുന്നുകള്, കഞ്ചാവ്, അങ്ങനെ പല സംഭവങ്ങളും നമ്മളെ വേട്ടയാടും. കഴുകൻ കണ്ണുകളെ പോലെ സാത്താൻ നമ്മുടെ പുറകെ കൂടുകയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. പാപം, അതിന്റെ ശമ്പളം മരണമാണ്. ഒരു മരണം വേറൊരു പാപത്തിലേക്കും, പാപം വീണ്ടും നമ്മുടെ ആത്മനഷ്ടത്തിലേക്കും കൊണ്ടുപോകാൻ കാരണമാകുന്നെങ്കിൽ ശ്രദ്ധിക്കണം, ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ആശ്രയിച്ചേ മതിയാവുകയുള്ളൂ. നാലാമതായി ശ്രദ്ധിക്കുക, നിരാശയ്ക്കപ്പുറം, പാപത്തിനപ്പുറം, വിശ്വാസത്തിന്റെ നഷ്ടത്തിനപ്പുറം അത് നമ്മുടെ ശരീരത്തെ ഒരു വലിയ രോഗത്തിലേക്ക് നയിക്കും. ചില വ്യക്തികളെ കാണുവാൻ പറ്റും,
ഇതുപോലുള്ള സംഭവങ്ങൾ കടന്നുപോയ കുടുംബങ്ങളിൽ അമ്മയാകാം, അപ്പനാകാം, കുഞ്ഞുങ്ങളാകാം, മാനസിക രോഗങ്ങള്, ചില നിരാശകള്, അല്ലെങ്കിൽ ചില അലർജികള്, ചില ഹാർട്ട് അറ്റാക്കുകള്, ചില പ്രത്യേക ക്യാൻസറുകള് ഉരുണ്ടുകൂടും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, കാർമേഘം പോലെ ഉയർന്നു പറക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഒരു സൊല്യൂഷൻ മാത്രമാണ്. ഞാൻ നിൽക്കുന്നത് ക്രൂശിതന്റെ നിഴലിലാണെങ്കിലും ഈ നിഴലിൽ നിന്നുകൊണ്ട് ഒരു വാക്യം നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുടുംബമേ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗമേ, ഒരു അഞ്ചാംകുരുവി പോലെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എനിക്ക് വിലയില്ല, എന്നെ ആരും അറിയുന്നില്ല, എനിക്കൊരു ഉത്തരമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഉത്തരമെന്നത് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു പരിഹാരവും ദൈവം നിർദ്ദേശിച്ചിട്ടില്ല. ആ പരിഹാരമാണ് നിങ്ങളുടെ മുന്നിലുള്ള നസ്രായനായ ഈ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കഴിഞ്ഞ നാളിൽ കോട്ടയത്തിന് നടുവില് ഒരു ജംഗ്ഷനിൽ വെച്ച് ബൈജു എന്ന ചെറുപ്പക്കാരൻ മരണത്തിലൂടെ കടന്നുപോയി. രണ്ടാൺമക്കളുള്ള ഒരു കുടുംബത്തിൽ കടന്നു വന്നൊരു ലോറി ഹൈവേയുടെ നടുവിൽ വെച്ച് ബൈജു എന്ന ചെറുപ്പക്കാരന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോഴ് ദൂരെ നിൽക്കുന്ന അപ്പന് ഒന്നും ചെയ്യാനാവാതെ ഓടി വരേണ്ടി വന്നു. ആരെന്നറിയാതെ മൃതദേഹത്തെ നോക്കി നിന്നവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അപ്പൻ വളരെ വൈകിട്ട് ഈ സ്വന്തം മകന്റെ മൃതദേഹവുമായി ആൾക്കൂട്ടത്തിന് നടുവിൽ സ്വന്തം കുടുംബത്തിലേക്ക് കയറി വന്നു. ആംബുലൻസിന്റെ സ്വരം. ആ സമയത്ത് മഴ പെയ്യുകയായിരുന്നു. ഇടിവെട്ടിന്റെ സമയം. അമ്മ ഓടി തെണ്ണയിലേക്ക് വന്നു. സ്വന്തം മകന്റെ മുഖം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അമ്മ വിറങ്ങലിച്ചു. അവളെ നെഞ്ചിൽ വേദന തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ശരിയാണ്, ഒരു സംഭവം അവളെ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ ഓർക്കുക, കാലങ്ങളങ്ങ് കഴിഞ്ഞു. അമ്മയ്ക്ക് മഴയും ഇടിവെട്ടും ഭയമായി മാറി. മനസ്സിലൊരു അസ്വസ്ഥത പോലെ മഴ പെയ്യുന്നതിന് മുമ്പേ റൂമിൽ അടച്ച് ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. നെഞ്ചിൽ ഭാരമായി, രോഗമായി. അങ്ങനെ ഒരു ദിവസം ഇവരെ കൂട്ടിമുട്ടുവാൻ ഇടയായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഡെന്നീസിന്റെ മാതാപിതാക്കളെയും അതുപോലെ ബൈജുവിന്റെ മാതാപിതാക്കളെയും കൂട്ടിമുട്ടിയത് എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമായി മാറി. ഡെന്നീസിന്റെ മാതാപിതാക്കൾ ഒരു ധ്യാനത്തിന് നടുവിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആരാധനയെ നോക്കി വിളിച്ചു പറഞ്ഞു, എന്റെ കുഞ്ഞിനെ നിരുപാധികം നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന കുടുംബം ഒന്ന് കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കാം. ദൂരെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും ദൂരെ നിൽക്കുന്ന ജീവിത പങ്കാളിയെയും ഒന്ന് വിളിച്ചേ. ഈ ടി വി സ്ക്രീനിന്റെ മുന്നിൽ ഒന്ന് മുട്ടുകുത്തിക്കേ. ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്ക്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പറന്നിറങ്ങാൻ പോകുകയാണ്. ഒന്ന് ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സംഭവത്തെ ഇന്ന് നിരുപാധികമായി ദൈവത്തിന് വിട്ടുകൊടുക്കുക. പിതാവായ ദൈവം തന്റെ ഏകജാതനെ നമുക്ക് നൽകിയതുപോലെ ഒന്ന് സമർപ്പിച്ചേ. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. വരമാക്കി നീ മരക്രൂ
മരക്രൂശന്നാശതൻ ശിലയാക്കി നീ തിരുത്തോളിൻ നോവുകൾ വരമാക്കി നീ. മരക്രൂശന്നാശതൻ ശിലയാക്കി നീ തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു, ക്രൂശിതനീശോയെ ആരാധിക്കുന്നു. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു, ക്രൂശിതനീശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കാരുണ്യനാഥനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കാരുണ്യനാഥനെ ആരാധിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എൻ്റെ കരമാണ് നിന്നെ സുഖമാക്കുന്നത്. എൻ്റെ കരമാണ് നിന്റെ കണ്ണീർ തുടയ്ക്കുന്നത്. ഞാനാണ് നിന്നെ തോളിൽ കിടത്തിയിരിക്കുന്നത്. നീ എൻ്റെ കുഞ്ഞാണ്. എൻ്റെ നെഞ്ചിലാണ് നീ ഉറങ്ങുന്നത്. എൻ്റെ കരുണയാണ് നിന്റെ ബലം. ഇനിയും നീ വിലപിക്കരുത്. എൻ്റെ നാമം യേശു എന്നതാകുന്നു. ഞാൻ ദൈവപുത്രനാകുന്നു. സ്വർഗം എൻ്റെ ഭവനമാകുന്നു. എൻ്റെ മക്കൾ എന്നോടൊപ്പം നിത്യമായി അവിടെ വസിക്കും. ഞാൻ നിത്യജീവനാകുന്നു. യെശയ്യാ 40, 29, 30, 31 വാക്യങ്ങൾ. ബൈബിൾ പറയുന്നു, തളർന്നവന് അവിടുന്ന് ബലമേകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ശ്രദ്ധിക്കുക, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ. ശ്രദ്ധിക്കുക, വെറുമൊരു വ്യക്തിയെ പോലല്ല, മനുഷ്യനെ പോലല്ല, ലോക ചരിത്രത്തില് ഉയർന്നു പറക്കുന്ന കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ ദൈവത്തിന് കരുത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ കുടുംബമേ, വീഴരുത്, തോറ്റുകൊടുക്കരുത്. വീണാലും എഴുന്നേൽക്കണം. നടന്നാൽ ക്ഷീണിക്കാത്ത വിധം ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളിൽ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണത്തിലൂടെ കടന്നുപോയ കുഞ്ഞിനെയോർത്ത് വിഷമിക്കുന്ന അല്ലയോ അമ്മച്ചി, ഒന്ന് വിട്ടുകൊടുത്തേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്. ആകസ്മികമായി മാനസിക രോഗത്തിലൂടെ കടന്നുപോയ ആ വ്യക്തി തൻ്റെ ജീവിതം ആത്മഹത്യക്ക് വിട്ടുകൊടുത്തതിന് ശേഷം തകർന്ന കുടുംബമേ, ഒന്ന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് നിങ്ങളുടെ മേൽ ഇനിയും പ്രവർത്തിക്കുവാൻ കഴിയും. ശ്രദ്ധിക്ക്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ, വീണ്ടും ശ്രദ്ധിക്ക്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഒരു ചിറകടി ശബ്ദം
നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കേൾക്കാം. അത് മറ്റാരുടെയുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിറക് വെച്ച് പറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഓർക്കുക, തലമുടി നാര് പോലും എണ്ണിത്തെറ്റപ്പെടുത്തിയവൻ ഈ പ്രശ്നത്തിനെയും അറിയുന്നു എന്ന് വിശ്വസിക്കുക. മറ്റൊന്നും ഞങ്ങൾക്ക് പറയുവാനില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ നിങ്ങളുടെ മേൽ നീളുകയാണ്. ഹീലിംഗ് ടച്ച് ഇവിടെ തീരുകയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമാവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശു എന്ന നാമത്തിൽ തന്നെ. ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ